ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് കാണിക്കുന്നത്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, വെട്ട് കേക്ക്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്, ഞാനും ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴും നാവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും അത് ഉണ്ടാക്കാൻ തോന്നുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചായക്കടകളിലൊന്നും പോയി സ്ഥിരമായി ഇതൊന്നും വാങ്ങിക്കാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനെന്താ ചെയ്യുന്നു പറഞ്ഞാൽ വെട്ട് കേക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ തന്നെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. വേറെ കളറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മതി. ഒരു ചെറിയ പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. മഞ്ഞൾപ്പൊടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണല്ലോ, അപ്പോൾ പിന്നെ വേറെ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുക. ഇതിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുക്കുന്നതെങ്കിൽ 1 മുട്ട മതിയാവും. ഇപ്പോൾ 2 കപ്പ് എടുത്തുകൊണ്ട് ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഷുഗറിൻ്റെ കൂടെ 2-3 ഏലക്കയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. അല്ല, ഏലക്ക പൗഡർ സെപ്പറേറ്റ് ആണെങ്കിൽ അത് ചേർത്താലും മതി. ഞാനിങ്ങനെ പൊടിച്ചെടുക്കും. ഇത് കുഴിക്കാനുള്ളൊരു പാത്രം എടുത്തിട്ട് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 മുട്ട അത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ നിങ്ങൾ ബീറ്റർ ഉപയോഗിച്ച് ചെയ്യരുത്, സ്പൂൺ വെച്ചിട്ടോ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര പൊടിച്ച് തന്നെ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ അത് മിക്സ് ആകുമ്പോൾ കേക്കിന് മധുരം കിട്ടാതെ വരും. ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വെള്ളത്തിൻ്റെ ഒരു കുറവ് തോന്നുവാണെങ്കിൽ മുട്ട ചേർത്ത് കൊടുത്താൽ മതി, അല്ലാതെ വെള്ളം ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദ കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം കുഴച്ചെടുക്കാം. കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട്, ബാക്കിയും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് പരുവായി കിട്ടും. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എണ്ണ ഏതാണെന്ന് പറഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്.
2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എണ്ണയാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. എണ്ണ ഒഴിക്കാൻ വിട്ടു പോരുത് കേട്ടോ, അപ്പോഴും നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. വേറെ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്, ഇതിങ്ങനെ തന്നെ കുഴച്ചെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ ചെറിയൊരു പോർഷൻ എടുക്കുന്നുള്ളൂ, കാണിച്ചിട്ട് ബാക്കി. എൻ്റെ കൂടെ പോരണം. അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കാം. ഞാൻ ഇത്രയും പീസാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോന്നും എടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെട്ടി കൊടുക്കുക. മനസ്സിലായല്ലോ? ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കത്തി വെച്ചിട്ട് ഇനി രണ്ടായിട്ട് ആക്കാം, ഒരു തവണ ആണെങ്കിലും അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പല ഷേപ്പിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ചെറുതും വലുതും ഒക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഷേപ്പാക്കി എടുത്തോ, ഇത് കുഴപ്പമില്ല. ഇങ്ങനെ എടുക്കുക, വെട്ടുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസി അല്ലേ? കണ്ടോ?
ഇനി നമ്മുടെ പഴയ ചായക്കടയിൽ കിട്ടുന്ന വെട്ട് കേക്ക് നമുക്കിനി വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കാം. ഞാൻ എന്തായാലും പഠിച്ചു. നിങ്ങളിൽ ആർക്കെങ്കിലും അറിയത്തുണ്ടെങ്കിൽ നിങ്ങളും കൂടെ പഠിക്കാം. എൻ്റെ മോളിവിടെ തന്നെ ചിരിച്ച് കാണിക്കുക കേട്ടോ. കളിയാക്കുന്ന അല്ലേ? ഓക്കെ, ഇത് ഇത്ര ആയിട്ടുണ്ട്. ഇനി ഒരു സെറ്റും കൂടി ഉണ്ട്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിലൊന്നും എണ്ണ വീഴാതെ വേണം ഇടാൻ കേട്ടോ. ഞാൻ തന്നെ പേടിച്ചിടുന്നു. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റും. ചൂട് ചായക്കൊപ്പം കാപ്പിക്കൊപ്പം കഴിക്കാം. ഇതിൻ്റെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, മിനി വെട്ട് കേക്ക്. ഇതിൻ്റെ ചെറിയ സൈസായിരിക്കും. കടയിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഇതിലും വലുതും ഉണ്ട്. ഞാനിതിപ്പോൾ പല ഷേപ്പിലാട്ടോ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കാം. ഇനി അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വെട്ടുകേക്കും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും എല്ലാ വീഡിയോയ്ക്കും എൻ്റെ കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.